കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് ബിയോണ്ട് ഫിയർ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ ക്ലാസ്സിലോട്ട് പോവാം. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേരാണ് ബിയോണ്ട് ഫിയർ എന്ന് പറയുന്നത്. ബിയോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അപ്പുറം എന്നൊക്കെ പറയില്ലേ. ഫിയർ എന്താണ്? പേടിയുടെ അപ്പുറം, അതായത് പേടിയില്ലാത്തൊരവസ്ഥയാണ് ഇതിൽ പറയുന്നത്. ബിയോണ്ട് ഫിയർ. അപ്പോൾ നമുക്ക് എന്താണ് യൂണിറ്റിൽ പഠിക്കാനുള്ളതെന്ന് നോക്കാം. ചാപ്റ്റർ തുടങ്ങുമ്പം അതിൻ്റെ ഫ്രണ്ടിൽ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറിൽ എന്താ കാണുന്നത്? നല്ല മഴ പെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഒരു ട്രാഫിക്കിൽ വണ്ടിയൊക്കെ ഇങ്ങനെ ബ്ലോക്കായിട്ട് കിടപ്പുണ്ട്. എന്താണ്? മഴയത്തൊരു മരം വീണ് റോഡിന് കുറുകെ വീണ് കിടക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടി ആ മരം എടുത്ത് മാറ്റാനെ കൊണ്ട് ശ്രമിക്കുന്നുണ്ട്. അവന് ഒറ്റയ്ക്ക് പറ്റുന്നുണ്ടോ ഇല്ല. ബാക്കിയുള്ളവരൊക്കെ അതുവഴി നടന്നു പോകുന്നവരുണ്ട്, നോക്കി നിൽക്കുന്നവരുണ്ട്. ആരും അതിനെ ഒന്ന് മാറ്റാൻ വേണ്ടി സഹായിക്കുന്നില്ല. ബട്ട് അവനൊരു ഭയവും പേടിയില്ലാതെ ധൈര്യത്തോടെ ആ മരം എടുത്ത് മാറ്റാനെ കൊണ്ട് ശ്രമിക്കുന്നുണ്ട്. ആ ഒരു പിക്ചറാണ് അതിന് ആദ്യം കൊടുത്തിരിക്കുന്നത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ഒരു കോട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? എ ട്രൂ ഹീറോ ഈസ് നോട്ട് ഡിഫൈൻഡ് ബൈ ദെയർ സ്ട്രെങ്ത്. ഒരു ശരിയായിട്ടുള്ള ഹീറോ എന്ന് പറയുന്ന ആൾ അവരുടെ സ്ട്രെങ്ത് ആണ്. എന്താണ്? ശക്തി കൊണ്ടല്ല അവരെ നമുക്ക് പറയാൻ പറ്റുന്നത്, ബട്ട് ബൈ ദെയർ എബിലിറ്റി ടു ഇൻസ്പയർ ആൻഡ് ലീഡ് അതേഴ്സ്. അവരുടെ കഴിവാണ് ബാക്കിയുള്ളവരെ ഇൻസ്പയർ ചെയ്യാനും ബാക്കിയുള്ളവരെ പ്രചോദിപ്പിക്കാനും അതുപോലെ തന്നെ അവരെ ലീഡ് ചെയ്യാനുമുള്ള കഴിവാണ് ഒരു ഹീറോയെ റിയൽ ഹീറോ ആക്കി മാറ്റുന്നത് എന്നാണ് മഹാത്മാഗാന്ധി പറയുന്നത്. നമുക്ക് എന്താ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരാണ് ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ്. ലിറ്റിൽ ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാൻഡ് എന്നാണ് കൈ, ചെറിയ കൈകൾ. ബിഗ് കറേജ്. കറേജ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ധൈര്യമാണ് കറേജ്. അപ്പോൾ ചെറിയ കൈകളും വലിയ ധൈര്യവും എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ്. എന്താണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് നോക്കിയാലോ? ഫൺ ടൈം. എന്താണ്? കളിക്കുന്ന സമയമാണല്ലേ. ദിൽന ആൻഡ് ഹർ ലിറ്റിൽ ബ്രദർ ഐസക് വെയർ പ്ലേയിങ് ഇൻ ദി ബാക്ക് യാർഡ് ഓഫ് ദെയർ ഹൗസ്. അപ്പോൾ നമ്മുടെ സ്റ്റോറിയിൽ 2 കുട്ടികളുണ്ട്. ഒരാളാരാണ്? ദിൽന. ദിൽനയ്ക്ക് ഒരു ലിറ്റിൽ ബ്രദർ ആണുള്ളത്, അനിയനാണുള്ളത്. അവൻ്റെ പേര് ഐസക് ആണ്. അപ്പോൾ ഇവർ 2 പേരുടെ വീടിൻ്റെ ബാക്ക് യാർഡിൽ കളിക്കുമായിരുന്നു. ബാക്ക് യാർഡ് എന്താണ്? പുറകുവശത്തുള്ള ഒരു മുറ്റമെന്ന് വേണമെങ്കിൽ പറയാം. മുറ്റത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു ദിൽനയും ദിൽനയുടെ ബ്രദർ ഐസക്കും കൂടി. ദിൽന ലുക്ക്ഡ് അപ്പ് ദ സ്കൈ ആൻഡ് സെഡ്. അപ്പോൾ ദിൽന പെട്ടെന്ന് ആകാശത്ത് നോക്കിയിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞേ? ഐസക്, വി ഷുഡ് ഗോ ഇൻസൈഡ്. ഐ തിങ്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. ഐസക്, മഴ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വീടിനുള്ളിൽ കയറി പോകാമെന്ന് പറഞ്ഞു. മഴ പെയ്യാൻ തുടങ്ങുകയാണ്, അതുകൊണ്ട് നമുക്ക് വീട്ടിൽ കയറി പോകാമെന്ന് ആര് പറഞ്ഞു? ദിൽന ഐസക്കിനോട് പറഞ്ഞു. യെസ്, ലെറ്റ്സ് ഗോ. ഐസക് നോഡഡ് എ ലിറ്റിൽ വറീഡ്. ഇത് കേട്ടിട്ട് ഐസക് എന്നാ പറഞ്ഞത്? ശരി, നമുക്ക് കയറി പോകാം. ഐസക് നോഡഡ് എന്ന് പറഞ്ഞാൽ തല കുലുക്കി, ഇങ്ങനെ സമ്മതിക്കുന്നതിന് വേണ്ടി തല കുലുക്കത്തില്ലേ, അതിനാണ് നോഡഡ് എന്ന് പറയുന്നത്. എ ലിറ്റിൽ വറീഡ്. അവൻ ചെറിയൊരു വിഷമത്തോടെയാണ് സമ്മതിച്ചത്. കാരണം എന്താ? അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കളി തടസ്സപ്പെട്ടത് കൊണ്ട് അവൻ ചെറിയൊരു വിഷമത്തിലാണ് സമ്മതിച്ചത്. ബോത്ത് ഓഫ് ദം ക്വിക്കിലി റാൻ ഇൻ ടു ദി ഹൗസ്. അവർ 2 പേരും വളരെ പെട്ടെന്ന് വീടിനുള്ളിലേക്ക് ഓടിക്കയറി. ദേ വെന്റ് സ്ട്രൈറ്റ് ടു ദ കിച്ചൺ ആൻഡ് സ്പോട്ടഡ് എ പ്ലേറ്റ് ഓഫ് കുക്കീസ് ഓൺ ദി ടേബിൾ. അവരെവിടെ ചെന്നു? കിച്ചണിൽ ചെന്നപ്പോൾ അവിടെ ഒരു ടേബിളിൻ്റെ പുറത്ത് ഒരു പ്ലേറ്റിൽ കുക്കീസ് വെച്ചിരിക്കുന്നത് കണ്ടു. കുക്കീസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബിസ്ക്കറ്റാണ്. ബിസ്ക്കറ്റ് വെച്ചിരിക്കുന്നത് അവർ കണ്ടു. കുക്കീസ്, ഐസക് സെഡ് വിത്ത് എ ബിഗ് സ്മൈൽ ആസ് ഹി ഗ്രാബ്ഡ് വൺ. ഇത് കണ്ടിട്ട് ഐസക് എൻ്റെ കുക്കീസ് എന്ന് ഉറക്കെ പറഞ്ഞു. എന്നിട്ട് അതിൽ നിന്ന് ഒരു കുക്കീസ് വളരെ ചിരിച്ചുകൊണ്ട് അവൻ എടുത്തു. ദിൽന ടു ഗ്രാബ്ഡ് എ കുക്കി. ഗ്രാബ്ഡ് എന്ന് പറഞ്ഞാൽ എടുക്കുന്നതിനാണ് ഗ്രാബ്ഡ് എന്ന് പറയുന്നത്. ദിൽനയും ഒരു കുക്കി എടുത്തു. മം, ഇറ്റ് ഈസ് റൈനിങ്, ഐസക് ഷൗട്ടഡ്. ഐസക് ഉറക്കെ പറഞ്ഞു, അമ്മേ എന്താണ്? മഴ പെയ്യുകയാണ്. ദെയർ വാസ് നോ റിപ്ലൈ. അവിടെ ഒരു മറുപടിയും കേട്ടില്ല. മറുപടി, അമ്മയുടെ ഭാഗത്തുനിന്ന് ഒരു മറുപടിയും അവർക്ക് കേൾക്കാൻ പറ്റിയില്ല. Tears of fear. Then they ran to the living room. അവർ പെട്ടെന്ന് ഓടി എവിടെ ചെന്നു? ലിവിംഗ് റൂമിൽ ചെന്നു. മദർ വാസ് ലൈയിങ് ഓൺ ദി ഫ്ലോർ. അമ്മ ഫ്ലോറിൽ കിടക്കുകയാണ് ചെയ്തത്. അവർ ഓടി ലിവിംഗ് റൂമിൽ വന്നപ്പോൾ ലിവിംഗ് റൂമിൻ്റെ തറയിൽ അമ്മ കിടക്കുന്നതാണ് കാണുന്നത്. മം, ദിൽന കോൾഡ് ലൗഡ്ലി. അമ്മേ എന്ന് ദിൽന ഉറക്കെ വിളിച്ചു. ഷി ഡിഡൻ ആൻസർ. അവർ ആൻസർ ഒന്നും പറഞ്ഞില്ല. ഒരനക്കവും ഇല്ല. വൈ ഈസ് മം ലൈയിങ് ഓൺ ദി ഫ്ലോർ? ഈസ് ഷീ സ്ലീപ്പിംഗ്? ഐസക് ആസ്ക്ഡ് ഹിസ് സിസ്റ്റർ. ഐസക് അവളുടെ ദിൽനയോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? എന്താ അമ്മ തറയിൽ കിടക്കുന്നത്? അമ്മ എന്താ ഉറങ്ങുകയാണോ? ഉറങ്ങുകയാണോ? മം, വേക്ക് അപ്പ്, ഹി ക്രൈഡ്. അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അമ്മേ എഴുന്നേൽക്കാൻ പറഞ്ഞു. ഡോണ്ട് വറി ഐസക്, ഷീ വിൽ ബി ഓക്കെ, ദിൽന സെഡ്. ദിൽന പറഞ്ഞു, നീ ടെൻഷൻ അടിക്കേണ്ട, അമ്മ ഇപ്പം തന്നെ എഴുന്നേൽക്കും എന്ന് ദിൽന ഐസക്കിനെ സമാധാനിപ്പിച്ചു. ട്രൈങ് ടു കൺസോൾ ഹിം. കൺസോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനിപ്പിക്കുക. ഐസക്കിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നീ ടെൻഷൻ അടിക്കാതെ, അമ്മ ഇപ്പോൾ ഉണരുമെന്ന് ദിൽന പറഞ്ഞു.
ദിൽന റഷ്ഡ് ടു ഹർ മദേഴ്സ് സൈഡ് ആൻഡ് ഷൂക്ക് ഹർ ജെന്റ്ലി. ദിൽന അവളുടെ അമ്മയുടെ അടുത്ത് വന്നിട്ട് ഷൂക്ക് എന്ന് പറഞ്ഞാൽ എന്താ, കുലുക്കി, അവരെ ഇങ്ങനെ വിളിച്ചു കൊടുക്കാൻ വേണ്ടി കുലുക്കി നോക്കി. മം പ്ലീസ് വേക്കപ്പ്. ദിൽന ബെഗ്ഡ് ബട്ട് ഷീ ഡിഡൻറ്റ് മൂവ്. അവളാണെങ്കിൽ ബെഗ്ഡ് എന്ന് പറഞ്ഞാൽ യാചിച്ച് പറഞ്ഞു. അമ്മയെ ദയവായിട്ട് എഴുന്നേക്കാൻ വേണ്ടിയിട്ട് അമ്മയെ കുലുക്കിക്കൊണ്ട് പറഞ്ഞു. എന്നിട്ടും അമ്മയ്ക്ക് ഒരനക്കവും ഇല്ല. ദിൽന ട്രൈഡ് അഗെയിൻ. അവൾ വീണ്ടും വീണ്ടും കുലുക്കിക്കൊണ്ടിരുന്നു, ശ്രമിച്ചുകൊണ്ടിരുന്നു. ഷേക്കിംഗ് ഹെർ എ ലിറ്റിൽ ഹാർഡർ. വീണ്ടും കുറച്ച് ശക്തിക്ക് കുലുക്കി നോക്കി. ബട്ട് ഷീ സ്റ്റിൽ ഡിഡൻറ്റ് റെസ്പോണ്ട്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും, ഒരു പ്രതികരണവും ഉണ്ടായില്ല. ഐസക്സ് ഐസ് ഫീൽഡ് വിത്ത് ടിയേഴ്സ്. ഐസക്കിൻ്റെ കണ്ണുനീര് കൊണ്ട് നിറയാൻ തുടങ്ങി. അവൻ കരയാൻ തുടങ്ങി. ദ കറേജ് എന്ത് വരുന്നു? ധൈര്യം. ദിൽന വാസ് ഓൺലി 8 years old. ദിൽനയ്ക്ക് 8 വയസ്സ് മാത്രമാണ് പ്രായം. ബട്ട് ആസ് ദി എൽഡർ ചൈൽഡ് ഷീ ഹാഡ് ടു ഡു സംതിങ്. പക്ഷേ അവിടെ മൂത്ത കുട്ടി ദിൽനയാണ്. അതുകൊണ്ട് ദിൽന എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഷീ ഫെൽറ്റ് സ്കേർഡ്. അവൾക്ക് പേടിയുണ്ട്. ബട്ട് ഷീ നോ ഷീ ഹാഡ് ടു സ്റ്റേ കാം. പക്ഷേ അവൾക്കറിയാം അവളാണെങ്കിൽ കാമായിട്ട് വളരെ സമാധാനത്തിൽ നിന്നേ പറ്റൂ എന്നറിയാം. ഷീ ലുക്ക്ഡ് എവരിവെയർ. അവളെ എല്ലായിടത്തും നോക്കി. സഡൻലി ദിൽന റിമെമ്പേർഡ് ദ ഗെയിം ഷീ യൂസ്ഡ് ടു പ്ലേ വിത്ത് ഹർ ഗ്രാൻഡ് മദർ. പെട്ടെന്ന് അവൾ ഓർത്തു. എന്താണ്? അവൾ ഗ്രാൻഡ് മദറിൻ്റെ കൂടെ കളിച്ച ഒരു ഗെയിമിനെ പറ്റിയിട്ട് അവൾ ഓർത്തു. ഷീ റിമെമ്പേർഡ് ഹർ ഗ്രാൻഡ് മദർ ആസ്കിങ് ടു കോൾ 101 ഇൻ ടൈംസ് ഓഫ് എമർജൻസി. ഗ്രാൻഡ് മദർ എന്താണ് പറഞ്ഞത്? എമർജൻസിയുടെ സമയത്ത് 101 എന്ന നമ്പറിലേക്ക് വിളിക്കണം എന്ന് ഗ്രാൻഡ് മദർ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് യുവർ നെയിം? വെയർ ഡു യു ലീവ്? ദിൽന റിയലൈസ്ഡ് ദിസ് വാസ് ഇൻ എ ഗെയിം എനിമോർ. ഷീ ന്യൂ വാട്ട് ഷീ ഹാഡ് ടു ഡു. അപ്പോൾ ദിൽനയും ഗ്രാൻഡ് മദറും കൂടെ ഇങ്ങനെ 101 വിളിച്ചിട്ട് ഫോൺ വിളിക്കുന്നത് പോലെ കളിക്കുമായിരുന്നു. അപ്പോൾ ദിൽനയ്ക്ക് അതിനെപ്പറ്റി ഓർമ്മ വന്നു. അപ്പോൾ അവൾക്ക് മനസ്സിലായി അവൾ എന്തോ ചെയ്യണം, ഈ സമയം എന്തോ ചെയ്യണം എന്ന് അവൾക്ക് ആ ഗെയിമിൽ നിന്ന് മനസ്സിലായി. അടുത്തൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ദിൽന ഇങ്ങനെ തിങ്ക് ചെയ്യുന്നത്, ഗ്രാൻഡ് മദറും ദിൽനയും കൂടെ ഫോൺ വിളിച്ച് കളിക്കുന്നതിൻ്റെ പിക്ചറാണത്. ദ കോൾ ഫോർ ഹെൽപ്പ്. അവൾ വിളിക്കുകയാണ്. എന്തിനാ? ഹെൽപ്പിന്, സഹായത്തിന് വേണ്ടിയിട്ട് വിളിക്കുകയാണ്. ഷീ റാൻ ടു ദ ഫോൺ ആൻഡ് ഡയൽഡ് 101. അവൾ ഓടി ഫോണിൻ്റെ അടുത്ത് വന്നിട്ട് 101 വിളിച്ചു. ദ ഹെൽപ്പ് ലൈൻ നമ്പർ. 101 എന്താണ്? ഹെൽപ്പ് ലൈൻ നമ്പറാണ്. നമുക്ക് എമർജൻസി സിറ്റുവേഷനിൽ സഹായത്തിന് വേണ്ടിയിട്ട് വിളിക്കുന്ന നമ്പറാണ് ഹെൽപ്പ് ലൈൻ നമ്പർ. ഹെർ ഹാൻഡ്സ് വെയർ ഷേക്കിംഗ്. അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ട്. ഷേക്കിംഗ് എന്താ? വിറയ്ക്കുന്നുണ്ട്. എ ലേഡീസ് വോയിസ് കെയിം ഓൺ ദി ലൈൻ. അപ്പം ലൈനിൽ നിന്ന് ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ടു. 101 വാട്ട് ഈസ് യുവർ എമർജൻസി? എന്താണ് അവിടുന്ന് പറഞ്ഞത്? അതേ 101. എന്താണ് നിങ്ങളുടെ എമർജൻസി എന്ന് ചോദിച്ചു. ദിൽന ടുക്ക് എ ഡീപ് ബ്രീത്ത്. ദിൽനയാണെങ്കിൽ ഒരു ദീർഘശ്വാസം എടുത്തു. ഹലോ, മൈ നെയിം ഈസ് ദിൽന. ഹലോ, എൻ്റെ പേര് ദിൽന എന്നാണ്. മൈ മം ഈസ് ലൈയിങ് സ്റ്റിൽ ഓൺ ദി ഫ്ലോർ. എൻ്റെ അമ്മയാണെങ്കിൽ ഫ്ലോറിൽ വീണ് കിടക്കുകയാണ്. ബട്ട് ഐ കാൺ വേക്ക് ഹെർ അപ്പ്. എനിക്ക് അമ്മയെ വിളിച്ചുണർത്താനെ കൊണ്ട് പറ്റുന്നില്ല. ദ ലേഡി ആസ്ക്ഡ് വേർ ഈസ് യുവർ ഫാദർ. ലേഡി എന്ന് ചോദിച്ചു, നിങ്ങളുടെ അച്ഛൻ എവിടെയാണെന്ന് ചോദിച്ചു. ദിൽന റിപ്ലൈഡ് ഹീ ഈസ് വർക്കിംഗ് അബ്രോഡ്. ദിൽന പറഞ്ഞു അച്ഛൻ വർക്ക് ചെയ്യുന്നത് അബ്രോഡാണ്. അബ്രോഡ് എന്താണ്? ഫോറിൻ കൺട്രിയാണ് അബ്രോഡ്. അപ്പം ദിൽനയുടെ അച്ഛനാണെങ്കിൽ ഇവിടെ നാട്ടിലില്ല. അപ്പം ദിൽനയുടെ അച്ഛൻ ഫോറിനാണ് വർക്ക് ചെയ്യുന്നതെന്ന് ദിൽന പറഞ്ഞു. ഓക്കെ ദിൽന, യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. ക്യാൻ യു ടെൽ മീ യുവർ അഡ്രസ്? അത് കഴിഞ്ഞപ്പം അവിടുന്ന് ആ സ്ത്രീ എന്താണ് പറഞ്ഞത്? ഓക്കെ, നീ നല്ലൊരു ജോബാണ് ചെയ്യുന്നത് എന്ന് അവർ പറഞ്ഞു. എന്നിട്ട് ദിൽനയോട് അവരുടെ അഡ്രസ്സ് ചോദിച്ചു. ദ ലേഡി സ്പോക്ക് സോഫ്റ്റ്ലി ബട്ട് സീരിയസ്ലി. ആ സ്ത്രീ ആണെങ്കിൽ വളരെ സോഫ്റ്റായിട്ട് അവളോട് സീരിയസ് ആയിട്ട് ചോദിച്ചു, അഡ്രസ്സ് ചോദിച്ചു. ദിൽന റിമെമ്പർ ടു സ്പീക്ക് ലൗഡ്ലി ആൻഡ് ക്ലിയർലി. അവൾ ഓർത്തു. എന്താണ്? അവൾ ഓർക്കെ അല്ലെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് വേണം സംസാരിക്കാൻ. ജസ്റ്റ് ലൈക്ക് ഹർ ഗ്രാൻഡ് മദർ ഹാഡ് തോട്ട് ഹർ. ഗ്രാൻഡ് മദർ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ടും ഓർക്കെയും സംസാരിക്കുക, എന്നാലല്ലേ അവർക്ക് അഡ്രസ്സ് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അവൾ അതിനെപ്പറ്റി ഓർത്തു. എന്നിട്ട് പറഞ്ഞു, ഐ ലീവ് അറ്റ് 1203 രാംനഗർ സ്ട്രീറ്റ് ഇൻ ചെറുവപ്പാടി. ഇപ്പോൾ ചെറുവപ്പാടിയിൽ 103 എന്ന് പറയുന്ന നമ്പറിലുള്ള വീട്ടിലാണ് ഞാൻ താമസിക്കുന്നതെന്ന് അവളുടെ അഡ്രസ്സ് പറഞ്ഞു. താങ്ക് യു ദിൽന, ഐ വിൽ ഹെൽപ്പ് യു. ഇത് കേട്ടിട്ട് അവിടെ നിന്ന് അവർ പറഞ്ഞു നന്ദി പറഞ്ഞിട്ട് എന്താ പറഞ്ഞേ? ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞു. ദ ലേഡി സെഡ് സ്റ്റേ ഓൺ ദ ഫോൺ വിത്ത് മീ ആൻഡ് ദ ഫയർമാൻ ഗെറ്റ് ദെയർ. ഓക്കെ, അവർ പറഞ്ഞ് എന്താണ്? ഫോണിൽ തന്നെ നിൽക്കുക, ലൈനിൽ തന്നെ നിൽക്കുക. ഇവിടുന്ന് ഫയർമാൻ നിങ്ങളെ രക്ഷിക്കാനൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്, അതുവരയ്ക്കും ലൈനിൽ തന്നെ നിൽക്കാൻ അവർ പറഞ്ഞു. ദിൽന എഗ്രീഡ്. ദിൽന അത് സമ്മതിച്ചു. At the relief, Dilna heard the siren of the approaching fire engine. പിന്നെ ദിൽന അന്നേരം ഫയർ എഞ്ചിൻ വരുന്നതിൻ്റെ സൈറൻ കേട്ടു. സൂൺ ദെയർ വാസ് എ നോക്ക് അറ്റ് ദ ഡോർ. പെട്ടെന്ന് തന്നെ ഡോറിൽ ആരോ കൊട്ടുന്നതായിട്ട് അവൾ കേട്ടു. ദ ലേഡി ഓൺ ദി ഫോൺ സെഡ് ദിൽന ഇറ്റ് ഈസ് സേഫ് ടു ഓപ്പൺ ദ ഡോർ നൗ, ദ ഫയർമാൻസ് ആർ ദയർ. അപ്പം അത് കഴിഞ്ഞപ്പോൾ ആ ലേഡി എന്താ പറഞ്ഞേ? ദിൽന കഥവ് തുറന്നോളൂ, അവിടെ ആര് വന്നിട്ടുണ്ട്? ഫയർമാൻസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഷീ റാൻ ടു ദ ഡോർ ആൻഡ് ഓപ്പൺ ഇറ്റ്. അവൾ ഡോറിൻ്റെ അടുത്തിലേക്ക് ഓടി ചെന്നിട്ട് വാതിൽ തുറന്നു കൊടുത്തു. 2 ഫയർമെൻ റഷ്ഡ് ഇൻ. 2 ഫയർമെൻ ആണ് ഉള്ളിലേക്ക് വന്നത്.
ദിൽന ലെറ്റ് ദം ടു ദ ലിവിംഗ് റൂം. ദിൽനയാണെങ്കിൽ അവരെ ലിവിംഗ് റൂമിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി. ഹെർ മം വാസ് സ്റ്റിൽ ലൈയിങ് ഓൺ ദി ഫ്ലോർ. അപ്പോഴും അവളുടെ അമ്മ ഫ്ലോറിൽ ഇങ്ങനെ കിടക്കുകയാണ് ഉള്ളത്. അവിടെ പിക്ചർ കൊടുത്തിരിക്കുന്നതാണ്. ഫയർമെൻസ് വന്നു. ദിൽനയുടെ അമ്മ അവിടെ കിടക്കുന്നു. കുട്ടികൾ രണ്ടുപേരും നോക്കി നിൽക്കുന്നു. ടൈംലി ഹെൽപ്പ്. ആ സമയത്ത് ആര് ഹെൽപ്പ് ചെയ്തു? ഫയർമെൻസ് ഹെൽപ്പ് ചെയ്തു. ദ ഫയർമെൻ ചെക്ക്ഡ് ഹെർ മദർ ആൻഡ് ഗവ് ഹെർ ഫസ്റ്റ് എയ്ഡ്. ഫയർമെൻസ് വന്ന് അവരെ ഒക്കെ ചെക്ക് ചെയ്തിട്ട് അവർക്ക് എന്ത് കൊടുത്തു? ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. ഫസ്റ്റ് എയ്ഡ് എന്താണ്? ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം പറ്റും നമ്മൾ പെട്ടെന്ന് നൽകുന്ന ശുശ്രൂഷയാണ് ഫസ്റ്റ് എയ്ഡ്, പ്രഥമ ശുശ്രൂഷ എന്ന് പറയും. സ്ലോലി ഷീ ഓപ്പൺ ഹെർ ഐസ്. പെട്ടെന്ന് അവർ പതുക്കെ കണ്ണുകൾ തുറന്നു. ദെൻ ദേ ഗവ് ഹെർ സം വാട്ടർ ടു ഹെൽപ്പ് ഹെർ ഫീൽ ബെറ്റർ. അവർക്ക് കുറച്ചുകൂടെ ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്തോ കൊടുത്തു? അവരുടെ അമ്മയ്ക്ക് വെള്ളം കൊടുത്തു. മം ഐസക് ഷൗട്ടഡ് വിത്ത് ജോയ്. അമ്മേ എന്ന് ഐസക് വളരെ സന്തോഷത്തോടെ വിളിച്ചു. മം ദീസ് പീപ്പിൾ ഹെൽപ്ഡ് us. ദിൽന പറഞ്ഞു, അമ്മേ ഈ ആളുകളാണ് നമ്മളെ രക്ഷിച്ചത് എന്ന് പറഞ്ഞു. താങ്ക് യു. ദ മദർ സെഡ് സോഫ്റ്റ്ലി സ്മൈലിംഗ് അറ്റ് ദ ഫയർമാൻ. അവരുടെ അമ്മ ഫയർമാനെ നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് എന്ത് പറഞ്ഞു? നന്ദി പറഞ്ഞു. വൺ ഓഫ് ദി ഫയർമാൻ സെഡ് ടു ദ മദർ. അതിലൊരു ഫയർമാൻ അമ്മയോട് എന്താ പറഞ്ഞത്? യുവർ ഡോട്ടർ ഡിഡ് എ ഗ്രേറ്റ് ജോബ്, ഷീ ഈസ് എ ഹീറോ. ആ ഫയർമാൻ പറഞ്ഞു, നിങ്ങളുടെ മകൾ ഒരു ഹീറോയാണ്. അവളാണ് ഈ കറക്റ്റ് സമയത്ത് ഞങ്ങളെ വിളിച്ച് ഇവിടെ വരുത്തിയത്, അതുകൊണ്ട് അവളൊരു ഹീറോയാണെന്ന് പറഞ്ഞു. ദിൽന ഫെൽറ്റ് ഹാപ്പി. ഇത് കേട്ടിട്ട് ദിൽനയ്ക്ക് വളരെയധികം സന്തോഷമായി. ആക്ച്വലി ഐ വാസ് സ്കേർഡ്, ദിൽന അഡ്മിറ്റഡ്. എന്നിട്ട് ദിൽന എന്നോട് കൂട്ടിച്ചേർത്ത് എന്താ പറഞ്ഞേ? സത്യത്തിൽ ഞാൻ പേടിച്ചതായിരുന്നു. ഐ ജസ്റ്റ് ഡിഡ് വാട്ട് ഐ ഹാഡ് ടു ഡു. ഞാൻ പേടിച്ചിട്ടാണ് ഇത് ചെയ്തത് എന്ന് ദിൽന പറഞ്ഞു. പേടിച്ചിട്ടാണ് ഇരുന്നത്, പക്ഷെ ഞാൻ ചെയ്യേണ്ട ജോലിയാണ് ഞാൻ ചെയ്തത് എന്ന് ദിൽന പറഞ്ഞു. ദ ഫയർമാൻ സ്മൈൽഡ് ആൻഡ് പാറ്റഡ് ഹെർ. ഫയർമാൻ ചിരിച്ചുകൊണ്ട് അവളെ തലോടി. പാറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? തലോടുന്നതിനാണ് പാറ്റഡ് എന്ന് പറയുന്നത്. അവാർഡ് ഫോർ ബ്രേവറി. അവൾക്ക് അവളുടെ ധൈര്യത്തിന് ഒരു അവാർഡ് കിട്ടി അല്ലേ? ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ദ ഫയർമാൻ ഇൻവൈറ്റഡ് ദിൽന ടു ദ ഫയർ സ്റ്റേഷൻ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഫയർമാൻ ദിൽനയെ അവളുടെ ഫയർ സ്റ്റേഷനിലേക്ക് വിളിച്ചു. ദേ ഗവ് ഹർ ആൻ അവാർഡ്. അവൾക്കൊരു അവാർഡ് കൊടുത്തു. ഷീ ഡിഡ്ന്റ് റിയലി ഫീൽ ലൈക്ക് എ ഹീറോ. അവൾക്ക് പക്ഷേ സ്വന്തമായിട്ട് ഒരു ഹീറോ ആയിട്ട് തോന്നിയില്ല. ഷീ വാസ് ഗ്ലാഡ് ദാറ്റ് ഹെർ മദർ വാസ് സേഫ്. അവൾക്ക് വളരെ സന്തോഷമായിരുന്നു. എന്തുകൊണ്ട്? ഗ്ലാഡ് എന്താണ്? പ്ലഷർ, സന്തോഷമായിരുന്നു. അവളുടെ അമ്മ സേഫ് ആയതിൽ അവൾക്ക് സന്തോഷമായിരുന്നു ഉള്ളത്. ആസ് ദേ ലെഫ്റ്റ് ദ ഫയർ സ്റ്റേഷൻ ദിൽന ടേൺ ടു ഐസക് ആൻഡ് സെഡ്. അവർ ഫയർ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ദിൽന ഐസക്കിനെ നോക്കിയിട്ട് ചോദിച്ചു, യു നോ ഇൻ ആൻ എമർജൻസി ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോ വാട്ട് ടു ഡു. ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ എന്താണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടതെന്ന് നിനക്കറിയുമോ എന്ന് ദിൽന ഐസക്കിനോട് ചോദിച്ചു. ഐ വിൽ ടീച്ച് യു. ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. ജസ്റ്റ് ലൈക്ക് ഗ്രാൻഡ് മദർ തോട്ട് മീ. എന്നെ ഗ്രാൻഡ് മദർ പഠിപ്പിച്ചതുപോലെ ഞാനത് നിനക്ക് പഠിപ്പിച്ചു തരാമെന്ന് ദിൽന ഐസക്കിനോട് പറഞ്ഞു. ഐസക് ലുക്ക്ഡ് അപ്പ് അറ്റ് ഹിസ് സിസ്റ്റർ ആൻഡ് സ്മൈൽഡ്. ഐസക് അവൻ്റെ സിസ്റ്ററിനെ നോക്കിയിട്ട് ചിരിച്ചു. താങ്ക്സ് ദിൽന, യു ആർ ദി ബെസ്റ്റ്. എന്നിട്ട് എന്ത് പറഞ്ഞു? ദിൽനയ്ക്ക് നന്ദി പറഞ്ഞു. നീയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു. ഇവിടെ അവാർഡ് കിട്ടുന്ന ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ഈ ക്ലാസ്സിലെ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, ഞാനത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പം എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.